ഹലോ ഡിയേഴ്സ്, ഗോട്ട് മിൽക്ക് ബേസ് വെച്ച് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫോർമുല ഞാൻ ഷെയർ ചെയ്തതുപോലെ അതിനകത്ത് പെർസെൻറ്റേജും ഷെയർ ചെയ്തിട്ടുണ്ട്. അഡിക്റ്റീവ്സ് 5% കൂടാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കാദ്യം പാത്രങ്ങളും യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂണ്, വർക്കിംഗ് ഏരിയ എല്ലാം സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു പോക്കറ്റ് സ്കെയിൽ വെച്ചിട്ട് കവോലിൻ ക്ലേ ആദ്യം മെഷർ ചെയ്തെടുക്കുക. കവോലിൻ ക്ലേ, ഫ്രഞ്ച് ക്ലേ ഇതെല്ലാം മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് റോസ് വാട്ടർ വെച്ച് നമ്മളൊരു പേസ്റ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പൗഡറായിട്ട് ഡയറക്റ്റ് മെൽറ്റ് ചെയ്ത് ബേസിലിട്ടിടുമ്പം അത് ബോൾ പോലെ കിടക്കത്തേ ഉള്ളൂ, നന്നായിട്ട് കംപ്ലീറ്റ്ലി മിക്സ് ആവത്തില്ല. ഇതിൽ ഞാൻ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിയർ ഓയിലായിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗ്രേപ്പ് സീഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാസ്റ്റർ ഓയിൽ വില കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഞാൻ മാക്സിമം കൊക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല. കൊക്കനട്ട് ഓയിൽ കേടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനങ്ങനെ യൂസ് ചെയ്യാത്തത്. പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ അതൊക്കെ ചേർക്കുന്നതിന് ഒരു ടെമ്പറേച്ചറുണ്ട്, അതനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇത് നമ്മൾ ആദ്യമേ തന്നെ ഓയിലും വൈറ്റമിൻ ഇ ഓയിൽ ഇതിൽ ചേർക്കരുത്. വൈറ്റമിൻ ഇ ഓയിലും എസൻഷ്യൽ ഓയിലും ലാസ്റ്റേ ചേർക്കാവുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് മെഷർ ചെയ്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ബേസ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കംപ്ലീറ്റ്ലി മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ചേർക്കുക. ഞാനിവിടെ ഒരു ഡിസൈനിന് വേണ്ടി കുറച്ചെടുത്ത് ഞാനൊരു കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടെമ്പറേച്ചർ നോക്കി ഒരു 50 ഡിഗ്രി താഴെ, 40 to 50 ഡിഗ്രിയാണ് ഐഡിയൽ വൈറ്റമിൻ ഇ ഓയിലും എസൻഷ്യൽ ഓയിലും ചേർക്കാനുള്ള ടൈം. അതിനുശേഷം കളർ ബേസ് കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് അതിന് മുകളിൽ മറ്റേ ബേസ് ഒഴിച്ച് നമുക്ക്